മുഖ്യമന്ത്രി ശിവഗിരി പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം, ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ വക്താക്കളാക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഒരു സംശയമില്ല, മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരി. ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്നല്ല എന്നും കൈകാര്യം ചെയ്തിരുന്ന ഒരു രീതി, തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളുടെ ആ മുഖം മറച്ചുവെച്ച് തങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മുഖം മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്തിന്? ഡോക്ടർ അംബേദ്കറെ പോലും അവർ ഇപ്പോൾ തങ്ങളുടെ ആളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ അംബേദ്കർ എന്ന് പറഞ്ഞാൽ മനുസ്മൃതി കത്തിക്കണമെന്നും വർണ്ണാശ്രമ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഇതിഹാസ പുരാണങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല എന്നും രാമൻ എന്ന ബിംബം പരമ അബദ്ധമാണെന്നും രാമൻ ഒരു കാലത്തും രാമൻ ഒരു മര്യാദ രാമൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നും രാമൻ കൊല്ലുന്ന രാമനാണ് എന്നും രാമൻ ഹിംസയുടെ രാമനാണ് എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അംബേദ്കർ. അദ്ദേഹത്തെ ഇവർ കൂടെ ചേർത്തു. ഗുരുദേവന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഗുരുദേവൻ പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നാണ്, സായിപ്പാണ് എന്നാണ്. എന്താ കാര്യം? ഇവിടെ നിലനിൽക്കുന്ന വിശ്വാസം അനുസരിച്ച് ഗുരുദേവന് സന്യാസിയാവാൻ പറ്റില്ല. ഗുരുദേവന് സന്യാസിയാവണമെങ്കിൽ ഗുരുദേവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ സവർണനായി ജനിക്കണം, അങ്ങേയറ്റം ക്ഷത്രിയനെങ്കിലും ആവണം, എന്നിട്ട് ബ്രഹ്മത്തിലേക്ക് മാറണം, വിശ്വാമിത്രന്റെ പോലെ. അതല്ലാതെ ഗുരുവിന് ഒരിക്കലും സന്യാസിയാവാൻ പറ്റില്ല. അപ്പൊ ഗുരു സന്യാസിയായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമനെ വളരെ കൃത്യമായി വിലയിരുത്തിയിട്ടുള്ള ആളാണ് ഗുരു. രാമനെ ഒരു നിലയ്ക്കും രാമന്റെ ഒരു ക്ഷേത്രമൊന്നും ഗുരു പ്രതിഷ്ഠിച്ചിട്ടില്ല, പ്രതിഷ്ഠിക്കൂല. കാരണം രാമനെ ഗുരു അംഗീകരിക്കുന്നില്ല. ഗുരുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് കുമാരനാശാൻ. കുമാരനാശാനാണ് രാമനെതിരായി ഏറ്റവും നല്ല തുറന്ന ഒരു ക്രിറ്റിസിസമായി ചിന്താവിഷ്ടയായ സീത എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അതിൽ രാമനെ നിർത്തി തൊലി പൊളിക്കുകയാണ് സീതയുടെ ഭാഗത്തുനിന്ന്, സവർണന്റെ ഭാഗത്തുനിന്ന്, ശംഭൂകനെ, താടകയെ, ഇതിനൊക്കെ കൊല്ലുന്നത് എല്ലാ സ്ഥലത്തും. അതിന് പറയുന്നത് ബാലിയെ ഒക്കെ കൊല്ലുന്നതിന് ന്യായീകരണം പറയുന്നത് സനാതന ധർമ്മം സംരക്ഷിക്കലാണ് ക്ഷത്രിയന്റെ ജോലി എന്നാണ്. സനാതന ധർമ്മം സംരക്ഷിക്കുമ്പോൾ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം എന്താ, ബ്രാഹ്മണനെ കൊല്ലില്ല. അതുകൊണ്ട് ബ്രാഹ്മണിക് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിപൂർണ സുരക്ഷ രാമനിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് രാമൻ മര്യാദക്കാരനാണ്. വാൽമീകി പറയുന്ന പോലെ രാമനില്ലാത്ത ഗുണങ്ങളില്ലല്ലോ വാൽമീകി പറയുന്ന. പക്ഷെ ഗുരു ഒരിക്കലും രാമന്റെ ആ ഗുണങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ആളല്ല. ഗുരു ഒരിക്കലും രാമന്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്തിന്? ഒരു വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോലും ക്ഷേത്രം പോലും ഗുരു പ്രതിഷ്ഠിച്ചിട്ടില്ല. അത് അദ്ദേഹം ശിവനെയും അതുപോലെ കണ്ണാടിയും ഒക്കെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ ഗുരുവിനെ ഒരു സന്യാസി, ഹിന്ദു സന്യാസിയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കാനാണ് BJP-കാർ ശ്രമിച്ചത്. അതിൽ BJP-കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവിന്റെ മൊത്തക്കച്ചവടക്കാരുണ്ടല്ലോ SNDP-കാർ. ഇപ്പോ അവരെന്താ ചെയ്തേ? അവരാണ് ഈ ചതി ചെയ്തത്. ഇത് ഒരുക്കി കൊടുത്തത് അവരാണ്. SNDP എന്ന പ്രസ്ഥാനം ഗുരുവിനെ ചതിച്ച പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി, ഗുരുവിനെ വലിയ തോതിൽ ഹൈന്ദവ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതിയാക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് ഗുരു ഒരിക്കലും ഹിന്ദു സന്യാസിയല്ല. ഹിന്ദു എന്ന് പറയുന്ന ബ്രാഹ്മണികമായ ഒന്നിലും ഗുരു വിശ്വസിച്ചിട്ടേയില്ല. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഗുരുവിനെ കുറിച്ച് പറയാൻ കഴിയും. ആ ഉദാഹരണങ്ങൾ പറയുന്നതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഗുരുവിനെ സനാതന ധർമ്മക്കാരനാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷേ കുഴപ്പം അതല്ല. കുഴപ്പം ഇടതുപക്ഷത്ത് നിന്ന് തന്നെ സുനിൽ പിള്ളയുടെ പോലെയുള്ള ആളുകൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ വേറൊരർത്ഥത്തിൽ ഈ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്ന, അല്ലെങ്കിൽ രാമായണവും മഹാഭാരതവും മഹാഗ്രന്ഥങ്ങളാണെന്ന് പറയുന്ന, ഉപനിഷത്തുകൾ മഹാസത്യങ്ങളാണെന്ന് പറയുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പോസിറ്റീവ് അതിനകത്തില്ല, ഒരു പോസിറ്റീവുമില്ല. പോസിറ്റീവ് ഉള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടതും അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടതുമാണ്. എന്തുകൊണ്ടാണ് ഏകലവ്യന്റെ വിരൽ മുറിച്ച് മഹാഭാരതം മഹത്തായ കൃതിയായത്? എന്തുകൊണ്ടാണ് നിരവധി ഘടോൽഗജനെ കൊന്ന മഹാഭാരതം വന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും സനാതന ധർമ്മത്തിന് അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ പുരാതന കൃതികളും ഉണ്ടായിട്ടുള്ളത്. അതിന് വിട്ടുനിന്നിട്ടുള്ളത് ചാർവാകനും ബുദ്ധനും ജൈനനും അതുപോലെയുള്ള ആളുകളുമാണ്. അവരെയൊന്നും ഇവർക്ക് താല്പര്യമില്ലല്ലോ. ചാർവാകനെ പറ്റി പറയില്ലോ. ബുദ്ധനെയൊക്കെ പിന്നെ മാറ്റിയെടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. ബുദ്ധനെ കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിന്റെ അവതാരമാക്കി, കൃഷ്ണന്റെ ശേഷമുള്ള അവതാരമാക്കി മാറ്റി. അതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ അടിസ്ഥാന ശീലങ്ങൾ, ഗുരുവിന് ഏതെങ്കിലും മതത്തോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ബുദ്ധമതത്തോടാണ്. കാരണം അദ്ദേഹം സംഘം എന്ന് തന്നെയാണ് പറഞ്ഞത്. സംഘബലം എന്ന് തന്നെയാണ്, സംഘം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സംഘം എന്ന വാക്ക്
ബുദ്ധന്റെ വാക്കാണ്. അത് സംഘടിക്കുക എന്ന് പറയുന്നത്, വിദ്യ പ്രബുദ്ധത എന്ന് പറയുന്നത്, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വരെ പ്രബുദ്ധരാവണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ വക്താവായ ഗുരുവിനെ സനാതന ധർമ്മിയാക്കി മാറ്റാൻ ഇപ്പൊ അതിന് വേണ്ടി മുരളീധരനല്ല, ആര് ശ്രമിച്ചാലും സത്യം സത്യമായി തന്നെ കിടക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾക്ക് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോടല്ല യോജിപ്പ്, മുരളീധരനോടാണ് എന്നത് പരിഹാസ്യമായ കാര്യമാണ്. അതാണ് ഗുരുവിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം SNDP ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ അന്ന് കുമാരനാശാനെ പോലെയും ഡോക്ടർ പൽപുവിനെ പോലെയും അല്ലെങ്കിൽ അതുപോലെ C കേശവനെ പോലെയുമുള്ള കൃത്യമായ നിലപാടുള്ള ബ്രാഹ്മണിക്ക് വിരുദ്ധ നിലപാടുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് SNDPക്കാർ ബ്രാഹ്മണരാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. SNDP ക്ഷേത്രങ്ങളിൽ, ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോലും സവർണനെ പൂജാരിയാക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, അവിടെ സവർണ ക്ഷേത്രത്തിൽ ചെയ്യുന്ന അർച്ചനയും കലശവും നടപടിക്രമങ്ങളും ഒക്കെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലും കൊണ്ടുവരുന്നു. ഇത്തരം ആചാരങ്ങൾ ഒരു കാരണവശാലും ഗുരുദേവൻ അംഗീകരിച്ചിട്ടില്ല. ഗുരുദേവൻ ഒരിക്കലും പൂണൂലിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ ഗുരുദേവന്റെ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നവരെ കൊണ്ട് പൂണൂലിടിക്കുന്നു, സന്ധ്യാവന്ദനം കഴിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഗുരുദേവനെ സനാതന ധർമ്മികളിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നത് കേരളീയ നവോത്ഥാനം തിരിച്ചുപിടിക്കലാണ്. അത് അംബേദ്കർക്ക് തുല്യമായാണ് നമുക്ക് ഗുരുദേവനെ കാണാൻ കഴിയുള്ളൂ. ഡോക്ടർ അംബേദ്കർക്ക് തുല്യമായി കാണണം. അങ്ങനെ കാണുമ്പോൾ ഈ സംഘപരിവാറിന്റെ ഈ താല്പര്യം തെറ്റാണ്. അതിനെതിരെ പോരാടുക തന്നെ വേണം. പക്ഷെ അതിന് CPM-ന് സുനിൽ പിള്ളയിടം പോരാ, കുറെ കൂടി ശക്തമായ സത്യസന്ധമായി ഈ കാര്യങ്ങളെ കാണുന്ന ആളുകൾ വേണം.